കണ്ടോ, കണ്ടോ, മുടി കണ്ടോ? ഇതാണ് മുടി എന്ന് പറയുന്നത്. എത്ര വയസ്സായാലും ധാരാളം മുടിയുണ്ടാവും ട്ടോ. മുടിയില്ലാന്ന് പറഞ്ഞ് ആരും ഇനി വിഷമിക്കണ്ട. മുടിക്ക് ധാരാളം നല്ലപോലെ കെയർ കൊടുത്താൽ ഇഷ്ടം പോലെ മുടിയുണ്ടാവും. മുടി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ധാരാളം മുടിയുണ്ടാവും. മുടിയില്ലാന്ന് പറഞ്ഞിട്ട് ആരും ഇനി കഷ്ടപ്പെടണ്ട. അത് നോക്കൂ, ഇത്ര വയസ്സായിട്ട് എത്ര മുടിയാന്ന്. എല്ലാവർക്കും അതിശയമാണ്. ഇത്രയും വയസ്സായിട്ട് ഇത്രയും മുടിയുണ്ടല്ലോ. എല്ലാവരും പറയും, "അയ്യോ ഹേമച്ചിക്ക് എന്തോരം മുടിയാ, എന്തോരം മുടിയാ, എങ്ങനെയാ അങ്ങനെ മുടി ഉണ്ടാവണേ? ഞങ്ങളുടെ മുടിയൊക്കെ പൊട്ടിപ്പോവാണ്, പൊട്ടിപ്പോവാണ്." അപ്പോൾ ഈ മുടി ഒന്ന് കണ്ടു നോക്കൂ, എത്ര നന്നായിട്ടാണ് മുടി ഇരിക്കണേന്ന്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ മുടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് കേട്ടോ പറയുന്നത്. സാധാരണ ആൾക്കാർക്ക് എല്ലാവർക്കും ഉള്ളൊരു പരിഭവങ്ങളല്ലേ, മുടി ഉണ്ടാവണില്ല, മുടി ഉണ്ടാവണില്ല, മുടി ഉണ്ടാവണില്ല എന്ന്. മുടിയൊക്കെ ധാരാളം ഉണ്ടാവും കേട്ടോ. മുടി ഉണ്ടാവാനൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ വേണ്ടതുപോലെ മുടിയെ സംരക്ഷിച്ചുകൊണ്ട് നടന്നാൽ മുടി ധാരാളം മുടി ഉണ്ടാവും. ഞാനും അതുപോലെ ചെറുപ്പത്തിലേ അതുപോലെ തന്നെ നന്നായി ഇങ്ങനെ മുടിയെ നല്ലോണം കെയർ ചെയ്യാറുണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ തോട്ടിലും പുഴയിലൊക്കെ പോയി കുളിക്കാറല്ലേ പതിവ്. വെളിച്ചെണ്ണയൊക്കെ എണ്ണയൊക്കെ തേച്ച് വീട്ടിൽ പറമ്പുകളുണ്ടാകുന്ന പച്ചക്കറി ഇലച്ചെടികളൊക്കെ പൊട്ടിച്ച് അതിൽ താളിയൊക്കെ ചെമ്പരത്തി, നീരോലി, കുറുന്തോട്ടി ഇങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ താളി തേക്കാറുണ്ടല്ലേ. ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ നല്ലോണം മുടി ഉണ്ടാവാറുണ്ട്. പിന്നെ വെണ്ണ തേക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാനൊക്കെ ധാരാളം അന്നത്തെ കാലത്തൊക്കെ വെണ്ണ തേച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് വെണ്ണ തേക്കാന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നല്ല വെണ്ണയാണ്. പശുക്കളൊക്കെ പുല്ല് തിന്നുന്ന വെണ്ണയല്ലേ. ഇന്നത്തെ മാതിരി കേസൊന്നല്ലല്ലോ കഴിക്കുന്നത്. അന്നത്തെ തവിട്, നമ്മുടെ നെല്ല് കുത്തിയ തവിടാണ് അന്ന് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന നെല്ലിൻ്റെ തവിടാണ് അവർക്ക് അന്നത്തെ കാലത്തൊക്കെ പശുക്കൾക്ക് കൊടുക്കുക. അതുപോലെ നമ്മളെ പറമ്പിലുണ്ടാകുന്ന പുല്ല്, വൈക്കോല്, തവിട് ഇതൊക്കെയാണ് അന്നത്തെ കാലത്ത് കഴിക്കായിരുന്നത്, പശുക്കൾക്ക് കൊടുക്കുക. അങ്ങനത്തെ അന്നത്തെ ആ പാല് കാച്ചിയ വെണ്ണ ഉണ്ടാവും. ആ വെണ്ണയുടെ ഒരു ഗുണം വേറെ തന്നെയാണ്. അങ്ങനെയുള്ള വെണ്ണ ഞാൻ ചെറുപ്പത്തിലേ തേച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് എന്നോട്, ഹേമലത നീ ഇങ്ങനെ വെണ്ണ തേച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഞാൻ വെണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ വെള്ളിലെന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് കേട്ടോ. അത് നല്ലതാണ് കേട്ടോ, ഏറ്റവും നല്ലതാണ് വെള്ളിലം. ആ വെള്ളിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ മുടി നല്ല കണ്ടീഷണർ ഉപയോഗിച്ച് നമ്മൾ മുടി നല്ല പള്ള തുടങ്ങും. ഒരു സമയത്ത് ഞാൻ അങ്ങനെ കുറേ വെള്ളിലൊക്കെ തേച്ചിരുന്നു പണ്ടത്തെ കാലത്ത്. അത് ഞങ്ങളുടെ വീടിൻ്റെ കിണറിൻ്റെ അടുത്ത് ഒരു വെള്ളിലം ഇങ്ങനെ മുളച്ച് നിൽക്കുക. അപ്പം നമുക്കന്ന് അത്രയ്ക്ക് അങ്ങനെ ഓർമ്മ, അത്രയ്ക്കുള്ള ബോധം ബുദ്ധിയൊന്നുമില്ല. അപ്പോൾ ആരോ പറഞ്ഞിങ്ങനെ വെള്ളം തേച്ചാൽ നല്ലതാണെന്ന്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വെള്ളിലം എടുത്തിട്ട് തലേ ദിവസം കഞ്ഞിവെള്ളം മാറ്റി വയ്ക്കും. അതിനുശേഷം ഈ വെള്ളിലം വെറുതെ ഒന്ന് ഒടിച്ചു കൊണ്ട് അതിൻ്റെ ഇലയും അതിൻ്റെ പൂവൊക്കെ ഉണ്ട്, അത് വെറുതെ ഇത്തിരി വെള്ളത്തിൽ വെറുതെ ഒരു ചീഞ്ചട്ടിൽ എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ അതങ്ങനെ വാടിക്കിട്ടും. അത് ചൂടാറുമ്പോൾ നമ്മൾ പഴയ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് തലയൊക്കെ നമ്മൾ അന്ന് തോട്ടിലൊക്കെയാണ് കേട്ടോ പോയി കുളിക്കുക. അങ്ങനെയൊക്കെ കുളിക്കുന്ന സമയത്ത് ധാരാളം മുടി ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം തേച്ച് കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ച, ഒരു 10-15 ദിവസങ്ങൾ വീണ്ടും അതിങ്ങനെ മുളച്ച് വരും. അതിൻ്റെ ഇലയൊക്കെ വീണ്ടും കിളിർത്ത് വരും. അപ്പോൾ വീണ്ടും അങ്ങനെ മാസത്തിൽ 10-15 ദിവസമൊക്കെ കൂടുമ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ തേക്കാറുണ്ട്. അങ്ങനെയൊക്കെ ധാരാളം മുടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങനെ കല്യാണം കഴിഞ്ഞു, കുറേ കാലം ഡൽഹിയിലായിരുന്നു. അവിടെ വെച്ചൊന്നും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. സാധാരണ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഷാമ്പൂ ഇടലാണ് പതിവ്. അന്നൊന്നും എന്നാലും എനിക്ക് എൻ്റെ മുടിക്ക് ഒരു കുറവുണ്ടായില്ല കേട്ടോ. ധാരാളം മുടി ഉണ്ടായിരുന്നു, ധാരാളം മുടി ഉണ്ടായിരുന്നു എനിക്ക് അന്ന്. അങ്ങനെ മുടിക്കും അത് കഴിഞ്ഞു. ഇപ്പോൾ കുറേ കാലം ഡൽഹിയിലായിരുന്നു, നാട്ടിൽ വന്നു. നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഈ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. സാധാരണ മൈലഞ്ചി പൊടി കുറച്ച് നരയ്ക്കാൻ തുടങ്ങിയപ്പോൾ നര മാറാനായിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നല്ലോ, നരയ്ക്കുള്ള സാധാരണ നാച്ചുറൽ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാനിങ്ങനെ ഡൈ ചെയ്യുന്നത്. അപ്പോഴെല്ലാവരും ചെയ്യോ ഹേമച്ചിക്ക് എന്തോരം മുടി ഡൈ ചെയ്യും തോറും മുടി ഇങ്ങനെ കൂടി വരികയാണല്ലോ എന്നൊക്കെ എല്ലാവരും പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ നാച്ചുറൽ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ഞാനങ്ങനെ കെമിക്കൽ സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും എൻ്റെ മുടി ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ മുടിയുടെ ടിപ്സ് എല്ലാവരും പറയും, അയ്യോ ഹേമച്ചിക്ക് എന്തോരം മുടി, ഇത്രയും വയസ്സ്. അതല്ല ഏറ്റവും വലിയ പ്രശ്നം, ഇത്രയും വയസ്സും പ്രായമായിട്ട് മുടിയുടെ കാര്യം ഞാൻ പറയുന്നത്. എല്ലാവർക്കും അതിശയമാണ്. ഇന്നും കൂടി എൻ്റെ അടുത്തുള്ള ഒരു കുട്ടി പറയുക, അയ്യോ ഹേമച്ചിയുടെ മുടി, ഞങ്ങളുടെ മുടിയൊക്കെ പൊട്ടിപ്പോവുക. ഹേമച്ചിക്ക് പിന്നെ മുടിക്ക് പറയാനുണ്ടല്ലോ കാണിക്കണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ എൻ്റെ മുടിയുടെ കാര്യം ഉണ്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് കാര്യങ്ങളാണ് ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ എന്തൊക്കെയാണ് മുടിക്ക് ചെയ്യുന്നത് ഞാൻ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ,
കഴിഞ്ഞ ഡൈ ചെയ്തത് ഞാൻ കണ്ടല്ലോ. അതിനുശേഷം മുടി ഞാൻ എങ്ങനെയാണ് കഴുകി കളയുന്നതെന്നും മുടി എങ്ങനെയാണ് ധാരാളം ഉണ്ടാവണമെന്നും ഉള്ളതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളതെല്ലാം ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഒരു ടീസ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഉലുവ ഉണ്ടല്ലോ, ഈ ഉലുവ വളരെ നല്ലതാണ് കേട്ടോ തേക്കാൻ. പക്ഷേ മുടിക്ക് വളരെ മുടി ഉണ്ടാവാൻ ധാരാളം നല്ല ഗുണമുള്ളത് തന്നെയാണ് ഈ ഉലുവ. അപ്പോൾ ഈ ഉലുവ ഞാൻ തലേദിവസം ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വയ്ക്കും. തലേദിവസം രാത്രി പാത്രത്തിൽ ഒരു ടീസ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചു. അത് പിറ്റേ ദിവസം രാവിലെ ഇപ്പം നല്ല പോലെ കുതിർന്നു കേട്ടോ. അതിനുശേഷം ഞാനൊരു ചെറിയ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരുപാട് അങ്ങോട്ട് അരയ്ക്കേണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അല്ലാണ്ട് അരച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വല്ലാത്ത കൊഴുകൊഴുപ്പാവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ടടി അടിച്ചിട്ട് അതാ ഞാൻ കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് ഞാനത് ഒരു അരിപ്പയിൽ ഇങ്ങനെ അരിച്ചെടുക്കുകയാണ്. വെറുതെ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തത് ആ വെള്ളത്തിൽ തന്നെ ഇട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തു. എന്നിട്ട് ഇതാ അരിപ്പയിലിട്ട് ഇങ്ങനെ അരിക്കുകയാണ് കേട്ടോ. നല്ലപോലെ ഞാനത് എടുത്ത് നല്ലപോലെ അരിച്ച് അതിൻ്റെ അതിങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞു കേട്ടോ. നല്ലപോലെ അരിച്ചെടുത്തു. ഇതാ നല്ലപോലെ ഇങ്ങനെ അരിച്ചെടുത്തു. ഇതാ കേട്ടോ. അതിനുശേഷം ഞാൻ ഇന്നലത്തെ കഞ്ഞിവെള്ളം, ഇന്നലെ അരി വെച്ചപ്പോൾ അതിൻ്റെ കഞ്ഞിവെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാത്രത്തിൽ. ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇത്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ നിന്ന് ഞാൻ കുറച്ച് ഇതിൽ കൂടെ മിക്സ് ചെയ്തു. ഒരു 3-5 കുഴൽ എടുത്തിട്ട് ഞാൻ ആ കഞ്ഞിവെള്ളം ഈ ഉലുവ അരച്ചതിലേക്ക് മിക്സ് ചെയ്തു. ഇതാ ഞാൻ മിക്സ് ചെയ്യണം കേട്ടോ. ഒരു 3-4 കുഴലെടുത്ത് നമുക്കതിലേക്ക് കൊടുന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഉലുവ അരച്ചതും ഈ കഞ്ഞിവെള്ളം കൂടിയാകുമ്പോൾ വളരെ നല്ലതാണ് കേട്ടോ മുടിക്ക്. ആ നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ നമുക്കതനുസരിച്ച് എടുക്കാം കേട്ടോ. എന്നിട്ട് എൻ്റേത് മുടിക്കുള്ള അളവിനാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഉലുവ അരച്ച് അത് അരിച്ചെടുത്തതും അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു അരമുറി നാരങ്ങ, ചെറുനാരങ്ങ ഉണ്ടല്ലോ, ഒരു അരമുറി ചെറുനാരങ്ങയും കൂടിയും പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നത് നമുക്ക് ഒരു മുടി തൊടാണ്ട് കിടക്കും, ഇങ്ങനെ വേറിട്ട് കിടക്കും, അങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കില്ല. അതിനാണ് ഞാൻ ഈ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. ചെറുനാരങ്ങ നീര് ഒഴിച്ച് അതും കൂടി ഇതിൽ മിക്സ് ചെയ്തു. നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്തു. അതിനുശേഷം ഞാൻ നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ നമ്മുടെ മുടിയിൽ നല്ലോണം ഇങ്ങനെ സ്കാൽപ്പിൽ കുറച്ച് ഞാൻ കാണിക്കുന്നുണ്ട്. നല്ലപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്കിങ്ങനെ വെക്കണം. മുടിയിലും സ്കാൽപ്പിലും എല്ലാം നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്ക് മുടി കെട്ടി വയ്ക്കുക. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ മുടി കഴുകി കളയുക.